This topic looked so terrifying until I understood these two formulas. Yes, finance കണ്ട് എന്നെ പോലെ പേടിയാവുന്നവർക്ക് വേണ്ടി ടൈം വാല്യൂ ഓഫ് മണി ഫുൾ സിമ്പിളായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താലോ. വെൽക്കം ടു മെയ്ഡ് ബൈ സാറ. സോ ബേസിക്കലി ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മണി ഫ്യൂച്ചറിലെ സെയിം എമൗണ്ട് മണീനേക്കാൾ വാല്യുബിൾ ആയിരിക്കും. അതായത് ഇന്ന് 100 രൂപ കിട്ടുന്നതും ഫ്യൂച്ചറിൽ 100 രൂപ കിട്ടുന്നതും തമ്മിലുള്ള വ്യത്യാസം. അതായത് പണ്ടുള്ള ആൾക്കാർ പറയായിരുന്നു 1 രൂപക്ക് ഞാൻ ഇത്ര സാധനം വാങ്ങി എന്നൊക്കെ. ഇന്ന് 1 രൂപക്ക് എന്താ കിട്ടുക? അതാണ് ബേസിക് കോൺസെപ്റ്റ്. വൈ? അതിന് കാരണം എന്തായിരിക്കും? ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ മണി ഇൻവെസ്റ്റ് ചെയ്താൽ അതിൻ്റെ ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാൻ പറ്റും. സെക്കൻഡ്, ഇൻഫ്ലേഷൻ കൊണ്ട് ഫ്യൂച്ചറിൽ മണീൻ്റെ പർച്ചേസിങ് പവർ കുറയും. അതായത് 1 രൂപക്ക് പണ്ട് കിട്ടിക്കൊണ്ടുണ്ടായിരുന്ന സാധനങ്ങൾ ഇപ്പോൾ കിട്ടൂല. ലൈക്ക് ഇന്ന് 100 രൂപ കൊണ്ട് വാങ്ങുന്നത് 5 കൊല്ലം കഴിഞ്ഞിട്ട് സെയിം 100 രൂപ കൊണ്ട് വാങ്ങാൻ പറ്റില്ല. തേർഡ്, ഫ്യൂച്ചർ ഈസ് ഓൾവേസ് അൺസർട്ടൈൻ. So finance always gives more important to present money. Now ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഫ്യൂച്ചർ വാല്യൂ ആൻഡ് പ്രസൻറ്റ് വാല്യൂ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് നമുക്ക് ഫ്യൂച്ചർ വാല്യൂ നോക്കാം. അതായത് ഇന്നത്തെ മണി ഫ്യൂച്ചറിൽ എത്രയാവുന്നു? സിമ്പിളാണ്. ഇഫ് യു ഇൻവെസ്റ്റ് മണി ടുഡേ, ഫ്യൂച്ചറിൽ അത് ഗ്രോ ചെയ്യും. അതാണ് അതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് future value is equal to present value multiplied by 1 plus r raised to n. സിമ്പിളായിട്ട് നമ്മൾ ഇതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എഫ് വി മീൻസ് ഫ്യൂച്ചർ വാല്യൂ, ഫ്യൂച്ചറിൽ മണി എത്രയാവും എന്നുള്ളത്. പി വി മീൻസ് പ്രസൻറ്റ് വാല്യൂ ആൻഡ് ആർ ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് എൻ ഈസ് ദ നമ്പർ ഓഫ് ഇയേഴ്സ് അല്ലെങ്കിൽ പീരിയഡ്. സോ ലൈക്ക് ഇൻട്രസ്റ്റ് 10% ആണെങ്കിൽ ഇപ്പോൾ ആർ ഈസ് ഈക്വൽ ടു 0.10. എൻ മീൻസ് നമ്പർ ഓഫ് ഇയേഴ്സ്. ഇനി എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 10,000 റുപ്പീസ് നമ്മൾ 10%-ന് 2 ഇയേഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എഫ് വി ഈസ് ഈക്വൽ ടു 10,000 ബ്രാക്കറ്റിൽ 1 പ്ലസ് 0.10 റേസ് ടു 2 ഹോൾ റേസ് ടു 2. ഫസ്റ്റ് നമ്മൾ ബ്രാക്കറ്റ് സോൾവ് ചെയ്യണം. അതായത് 1 പ്ലസ് 0.10 ഈസ് ഈക്വൽ ടു 1.10. അപ്പോൾ ഫെയർ വാല്യൂ ഈസ് ഈക്വൽ ഫ്യൂച്ചർ വാല്യൂ ഈസ് ഈക്വൽ ടു 10,000 ഇൻറ്റു 1.10 ഹോൾ റേസ് ടു 2. അതായത് പിന്നെ നമ്മൾ എടുക്കുന്നത് 1.10 ഹോൾ റേസ് ടു 2. അതാണ് 1.10ന് 2 ടൈംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 1.10 ഇൻറ്റു 1.10 വിച്ച് ഈസ് 1.21. അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ ഈസ് ഈക്വൽ ടു 10,000 ഇൻറ്റു 1.21, അതായത് 12,100. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ 10,000 റുപ്പീസ് 2 ഇയേഴ്സ് കഴിഞ്ഞ് 12,100 ആയിട്ട് ഗ്രോ ചെയ്യും. ഇനി പ്രസൻറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ഈ ഫ്യൂച്ചർ വാല്യൂവിൻ്റെ ഓപ്പോസിറ്റാണ്. ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന മണി ഇന്നത്തെ വാല്യൂവിൽ എത്രയാണ് എന്ന് കണ്ടുപിടിക്കുന്നതാണ് പ്രസൻറ്റ് വാല്യൂ. അതിൻ്റെ ഫോർമുലയാണ് പി വി ഈസ് ഈക്വൽ ടു എഫ് വി ഡിവൈഡ് ബൈ 1 പ്ലസ് ആർ ഹോൾ റേസ് ടു എൻ. അഗെയിൻ നമുക്ക് ബ്രേക്ക് ചെയ്യാം. പി വി ഈസ് ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ, എഫ് വി ഈസ് ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ, ആർ ഈസ് ഇൻട്രസ്റ്റ് ആൻഡ് എൻ ഈസ് ഇയേഴ്സ്. സെയിം എക്സാമ്പിൾ എടുക്കുക. ഫ്യൂച്ചറിൽ നമുക്ക് 12,100 കിട്ടും. ഇൻട്രസ്റ്റ് 10% ആണ്. ടൈം 2 ഇയേഴ്സ് ആണ്. അപ്പോൾ പി വി ഈസ് ഈക്വൽ ടു 12,100 ഡിവൈഡ് ബൈ 1.10 ഹോൾ റേസ് ടു 2. ഓൾറെഡി നമ്മൾ കണ്ടില്ല 1.10 ഹോൾ റേസ് ടു 2 ഈസ് ഈക്വൽ ടു 1.21. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു 12,100 ഡിവൈഡ് ബൈ 1.21 ഈസ് ഈക്വൽ ടു 10,000. മീനിങ് ഫ്യൂച്ചറിൽ കിട്ടുന്ന 12,100ൻ്റെ കറൻറ്റ് വാല്യൂ 10,000 ആണെന്ന്. ആൻഡ് ഫ്യൂച്ചർ മണീൻ്റെ പ്രസൻറ്റ് വാല്യൂ ആക്കുന്നതിനാണ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. ബേസിക്കലി കോമ്പൗണ്ടിങ് റിവേഴ്സ് ഡയറക്ഷനിൽ പോകുന്നതാണ് ഡിസ്കൗണ്ടിങ്. ഇനി ഡിഫറൻസസ് നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ
ഫ്യൂച്ചർ വാല്യൂ പറയുന്നത് ടുഡേയ്സ് മണി ഫ്യൂച്ചറിൽ എത്ര ഗ്രോ ചെയ്യുന്നു. പ്രസൻറ്റ് വാല്യൂ പറയുന്നത് ഫ്യൂച്ചർ മണി ഇന്ന് എത്ര വർത്താണെന്ന്. ഫ്യൂച്ചർ വാല്യൂ പറയുന്നത് ടുഡേയ്സ് മണി ഫ്യൂച്ചറിൽ എത്ര ഗ്രോത്ത് ചെയ്യും. പ്രസൻറ്റ് വാല്യൂ പറയുന്നത് ഫ്യൂച്ചർ മണി ഇന്ന് എത്ര വർത്താണെന്ന്. ഫ്യൂച്ചർ വാല്യൂ യൂസസ് കോമ്പൗണ്ടിങ് ആൻഡ് പ്രസൻറ്റ് വാല്യൂ യൂസസ് ഡിസ്കൗണ്ടിങ്. അതിൽ കോമ്പൗണ്ടിങ്ങിൻ്റെ ടൈപ്സ് ആണ് ആനുവലായിട്ട് കോമ്പൗണ്ട് ചെയ്യാം, ഹാഫ് ഇയർലി ആയിരിക്കാം, ക്വാർട്ടർലി ആയിരിക്കാം, മന്ത്ലി ആയിരിക്കാം. ഹയർ കോമ്പൗണ്ടിങ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ഹയർ ഫ്യൂച്ചർ വാല്യൂ. ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത് പ്രസൻറ്റ് വാല്യൂവിനാണ്. അതായത് കൺവേർട്ട്സ് മണി ഇൻ ടു പ്രസൻറ്റ് വാല്യൂ. നമുക്ക് ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ഇത്ര കിട്ടുന്നുള്ളത് അത് ഇന്നത്തെ വാല്യൂ എത്രയായിരിക്കും എന്ന് നോക്കുന്നതിനെയാണ് ഫ്യൂച്ചർ ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. ടൈം വാല്യൂ ഓഫ് മണി യൂസ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ, ലോൺ കാൽക്കുലേറ്റ് ചെയ്യാൻ, റിട്ടയർമെൻറ്റ് പ്ലാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോജക്ട്സ് ഇവാലുവേറ്റ് ചെയ്യാൻ, പിന്നെ ബിസിനസ് വാല്യുവേഷൻ ചെയ്യാൻ ആൻഡ് ഓൾമോസ്റ്റ് എവറി ഫിനാൻസ് ഡിസിഷനിൽ ടൈം വാല്യൂ ഓഫ് മണി എടുക്കും. സോ യെസ്, ടൈം വാല്യൂ ഓഫ് മണി ഈസ് എ സ്മോൾ ടോപ്പിക് പോലെ തോന്നും, പക്ഷേ ഫിനാൻസിൻ്റെ ഫൗണ്ടേഷൻ കോൺസെപ്റ്റ്സിൽ ഒന്നാണ് ഈ ടൈം വാല്യൂ ഓഫ് മണി. തിയറി, ക്വസ്റ്റ്യൻസ് ആൻഡ് 1 minute റിവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദിസ് പേജ് ഈസ് എവറിത്തിങ് ദാറ്റ് വി സ്റ്റഡി ടുഡേ. നമ്മളെ യൂണിറ്റ് 2 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. ബൈ.